ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ വയൽ കാണിക്കാൻ പോവാണ്. നമ്മൾ കൃഷി ചെയ്യുന്ന വയൽ. അപ്പം ഇവിടെ നല്ല ഭംഗിയാണ് കാണാൻ. അപ്പം ഞാൻ ഇവിടെയൊക്കെ ഒന്ന് കാണിക്കാം നിങ്ങളെ. ഇതൊരു വൈകുന്നേരമാണ്, ഈവനിങ് ആണ്. ഇത് നിങ്ങൾക്കൊക്കെ അറിയാമോ? ഇത് പാ നെയ്യുന്ന തഴയാണ്. ഇത് എനിക്കറിയില്ല, മമ്മി ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് എനിക്കറിയാമെന്നേ. ഉണ്ടേ, ഇതൊക്കെ എത്ര പേർക്ക് അറിയാം? ഇങ്ങനെ പാ നെയ്യുന്ന തഴയായിരുന്നു. ഇപ്പോഴത്തെ കാലത്തെ പിള്ളേർക്കൊന്നും ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ലായിരിക്കും. അറിയാവുന്നവരൊക്കെ കമൻറ്റ് ചെയ്യുക. ഇതാണത്, പാ നെയ്യുന്ന തഴ. അങ്ങനെയാണ് മമ്മി പറഞ്ഞു തന്നത്. ഞാൻ ഇങ്ങനെ കേട്ടിട്ടേ ഉള്ളൂ, ഇതൊക്കെ കണ്ടിട്ട് പോലില്ല. അങ്ങനെ നമ്മുടെ വയലിലൊക്കെ കാണിച്ചു തരാൻ പോവാണ് നമ്മൾ കൃഷി ചെയ്ത് എന്തൊക്കെയാണെന്ന്. ഇതാണ് നമ്മുടെ ചീര, ചുമന്ന ചീര. നട്ട് കുറേ നാളായി. ഇതിൽ നിന്ന് ഒരുപാട് ചീര മാറ്റി നടേണ്ടതായിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ചീര. അതുപോലെ തന്നെ നമ്മുടെ പണയാക്കിയിട്ടേക്കോ ചീര നടാൻ വേണ്ടി. പിന്നെ ഇപ്പം നട്ടേക്കുന്ന ചീരയാണ്, അത് കുറച്ച് മുമ്പേ നട്ട ചീരയാണ്. നമ്മുടെ ചീര കൃഷികൾ ഇത്രയാണ്. പച്ചച്ചീര ഉണ്ടായിരുന്നു, ഇന്ന് മമ്മിയൊക്കെ വന്നു. ഇതാണ്ട് ഇവിടെയൊക്കെ അതുണ്ടായിരുന്നു. അതെല്ലാം വെട്ടിക്കൊണ്ട് വന്നു വീട്ടിൽ തോരൻ വെക്കാൻ വേണ്ടി. ഇതാണ് നമ്മുടെ കോളിഫ്ലവർ. ഞാനിത് ഒരു സ്ഥലത്തു നിന്ന് വാങ്ങിച്ചതാണ്, വിത്തായിട്ട് വാങ്ങിച്ചതാണ്. പുള്ളി പറഞ്ഞത് കിളിക്കും. എനിക്കത്രയ്ക്ക് വിശ്വാസമില്ലായിരുന്നു. പക്ഷെ ബാക്കി പുള്ളി തന്നതൊന്നും കിളിച്ചില്ല. എന്നാലും വിശ്വാസക്കുറവുണ്ടായിരുന്ന സാധനം മാത്രം കിളിച്ചു. അത്രയും എണ്ണത്തിൽ ഇട്ടതിൽ 4 എണ്ണമാണ് കിളിച്ചത്. അടുത്ത ഇത് ആണ് തക്കാളി. നമ്മളിപ്പം തക്കാളിയുടെ തൈ നട്ടിട്ടേ ഉള്ളൂ. ഇതൊക്കെ ഒത്തിരി നാൾക്ക് മുമ്പേ നട്ടതാണ്. പക്ഷേ ഈ മുളകൊക്കെ ഒത്തിരി നാൾക്ക് മുമ്പേ നട്ടതാണ്. പക്ഷേ അതൊക്കെ പട്ട നിൽക്കുന്ന പോലെ നിൽക്കുക. എന്താണെന്നറിയില്ല, എന്നാ കിളിച്ച് വരികയെന്ന് അവർക്ക് തന്നെ അറിയില്ല. പിന്നെ ഇത് ഏതാ, ചീരയുണ്ട്, വഴുതനയുണ്ട്, ഇത് വെണ്ടയാണ്, ഇത് തക്കാളി, ഇതും തക്കാളിയാണ്. ഇത് നമ്മുടെ വഴുതനയാണ്. ഇതിലൊക്കെ പൂവൊക്കെ വന്നിട്ടുണ്ട് ഇരിക്കാനായിട്ട്. ഇതും വഴുതനയാണ്, ഇതും വഴുതനയാണ്. വഴുതനയിൽ കായൊക്കെ വരാറായിട്ടുണ്ട്. കണ്ടേ, കായൊക്കെ കണ്ടോ, കായൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അടുത്ത വഴുതനയിൽ ഇച്ചിരി മുട്ടൻ കായ്കളൊക്കെ വന്നിട്ടുണ്ട്. ഇതാണ് വഴുതനയുടെ കാ. ഇത്ര നീളമുള്ള നീല വഴുതനയാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ആണ്ടേ, കണ്ട ആണ്. അപ്പം നമ്മുടെ വഴുതന കൃഷി കുറച്ച് ഒരു 4-5 മൂടെ നമ്മൾ നട്ടിട്ടുള്ളൂ. അടുത്തതാണ് നമ്മുടെ കോവയ്ക്ക. അത് നല്ല രീതിയിലൊന്നും പടർത്തി ഇതാക്കിയിട്ടില്ല. ഇത് പച്ചച്ചീരയായിരുന്നു, നമ്മൾ കൃഷി ചെയ്തപ്പം തറയിൽ വീണ് കിളിച്ചതാണ്. കോവയ്ക്കയുടെയൊക്കെ ആണ്ടേ
കോവലൊക്കെ കിളിച്ച് കയറുന്നേ ഉള്ളൂ. വേണ്ടേ കണ്ടോ. പപ്പ ചെയ്യുന്ന കൃഷിയാണ് ചീനി. പിന്നെ നമുക്കിവിടെ വാഴ ശരിക്കുണ്ട് ഇതുപോലെ. ഇതൊക്കെ നമ്മുടെ വാഴ കൃഷിയാണ്. വാഴയിൽ കൊലയൊക്കെ വന്നിട്ടുണ്ട്. പപ്പ അടുത്ത് കൊണ്ടുപോയി വിൽക്കും, അല്ലെങ്കിൽ നമ്മൾ പഴുപ്പിച്ച് കഴിക്കും. അങ്ങനെയൊക്കെയാണ് ഇവിടെ സാധാരണ. ഇതാണ് ഇത് ഞാലിപ്പൂവൻ്റെ പഴങ്ങളാണ് ഇതൊക്കെ. ഇവിടെ ഒരു റോബസ്റ്റയുടെ നിൽപ്പുണ്ടായിരുന്നു. എവിടെയാണെന്ന് അറിയില്ലല്ലോ, ഇല്ലെന്ന് തോന്നുന്നു. ഒക്കെയാണ് നമ്മുടെ ഇവിടെ. ഇത് ഫുള്ള് വാഴത്തോട്ടാണ് നമ്മുടെ. പിന്നെ ഇത് വേറൊരാളുടെ സ്ഥലമാണ്, ഒരാൾ കൃഷി ചെയ്യുന്ന. അയാളിപ്പം പണം ഊരിയിരിക്കുന്നതാണ്. അയാളുടെ പണം ഊരിയപ്പോഴത്തേക്ക് വെള്ളമായി. ആണേൽ വേനലായിക്കഴിഞ്ഞാൽ വെള്ളത്തിന് ഭയങ്കര ക്ഷാമമാണ്. ഇത് പിന്നെ നമ്മുടെ ചീനയാണ്. നമ്മുടെ ചീനയൊക്കെ കിളിച്ച് വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ വാഴകളാണ്. ഇതിലൊക്കെ കൊലയുണ്ടായിരുന്നു. ഒരുപാട് വാഴയുടെയൊക്കെ കൊല ഒടിച്ചുകൊണ്ട് പോയി കൊടുത്തു. ഇവിടെ ഞങ്ങൾ ചുമന്ന വാഴയൊക്കെ നിൽപ്പുണ്ടായിരുന്നു. അതിൻ്റെ എല്ലാം കാവന്ന് കൊടുത്തു. ഇത് പിന്നെ നമ്മുടെ ചീനി കൃഷി, പിന്നെയും ചീനി കൃഷി. പപ്പയുടെ കൃഷിയാണ് ചീനി കൃഷിയും അതുപോലെ തന്നെ വാഴ കൃഷിയും പപ്പ ചെയ്യുന്നത്. നമ്മളാണ് ഈ ചെറുകിട കൃഷികൾ ചെയ്യുന്നത്. ചീര, വെണ്ട, പാവൽ അങ്ങനെയൊക്കെ ഉള്ളത് നമ്മൾ ചെയ്യുന്നത്. വേണ്ടേ ഇത് വിളഞ്ഞിരിക്കുമെന്ന് തോന്നുന്നു കൊടുക്കാനായി. പപ്പ സമയമാകുമ്പം കൊണ്ടുപോയി കൊടുക്കും. ഇത് പിന്നെ നമ്മുടെ ചീനി കൃഷിയാണ്. എല്ലാം ചീനിയാണ് നമ്മുടെ. കണ്ണെത്താ ദൂരത്തെന്ന് പറയുന്ന പോലെ ചീനി കൃഷിയാണ് നമ്മുടെ. അതുപോലെ തന്നെ നമ്മുടെ പയറാണത്. പയറൊന്നും പൂത്തു തുടങ്ങിയിട്ടില്ല. നമ്മൾ കമ്പൊക്കെ ഇട്ട് കൊടുത്തു അവർക്ക്. ഇത് ചെറുതായിട്ടൊന്ന് മുരടിച്ചു പോയി പയർ. കുഴപ്പമില്ല, അത് ശരിയായി വരും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചീനി കൃഷിയാണ്. പിന്നെയും നമ്മുടെ എന്നാ എല്ലാ വിത്തുകളൊക്കെ വെണ്ടയും പാവലും വെള്ളരിയൊക്കെ ഉണ്ടെന്ന് മമ്മി പറയുന്നു കിട്ടു നട്ടേക്കുന്നത്. വെള്ളം ഒഴിച്ചുകൊണ്ട് വയ്ക്കുക. ഇച്ചിരി കൂടി ആയിട്ട് മാറ്റി മാറ്റി നടണം ഇത് ഇവരെയൊക്കെ. ഇത് പാവലുണ്ടെന്നൊന്ന്, വെള്ളരി വെണ്ടയുണ്ടെന്ന് മമ്മി പറഞ്ഞു. പിന്നെ ഇതൊക്കെ നമ്മുടെ പിന്നെയും ചീനി കൃഷികളാണ്. പിന്നെയും പപ്പ ചട്ടേക്കുന്ന ചീനിയാണ്. പിന്നെ നമ്മൾ ഈ സൈഡിൽ തന്നെ നമ്മൾ പയർ നട്ടിട്ടുണ്ട്. ഇവിടെ ഭയങ്കര വെട്ടലിൻ്റെയും ഒക്കെ ശല്യമാണ്. അതൊക്കെ വെട്ടി കളയും. ഇച്ചിരി പാവലൊക്കെ നട്ടായിരുന്നു, അതെല്ലാം വെട്ടി പോയി. നമ്മുടെ പയറാണ്. വേണ്ടേ നമ്മുടെ പയറാണ്. ഇതൊന്നും കാവൊന്നും തുടങ്ങിയിട്ടില്ല. ഇങ്ങനെ നിർത്തിയേക്കുക. കായൊക്കെ വന്നു കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അങ്ങനെയാണ് നമ്മുടെ കൃഷികളൊക്കെ. പിന്നെ ഇത് നമ്മുടെ പിന്നെയും പറയും നമ്മുടെ ചീനി കൃഷിയാണ്. ചീനി വാഴയാണ് ഇവിടെ കൂടുതൽ. നമ്മുടെ കൃഷികളാണ് പയർ, അതുപോലെ തന്നെ ഈ കാണുന്ന ചീര ഒക്കെ നമ്മുടെയാണ്. പക്ഷേ ഞാനും മമ്മി ചെയ്യുന്ന ഇതാണ് ഇതൊക്കെ. ബാക്കിയൊക്കെ പപ്പ കൃഷി ചെയ്യുന്നതാണ്. പിന്നെ നമ്മുടെ കിണറൊന്നും കാണിച്ചില്ലല്ലോ, അപ്പോൾ കിണർ കാണിച്ചു തരാം. ലാസ്റ്റ് കിണർ കാണിച്ച് നമ്മൾ ഈ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യുകയാണ്. പിന്നെ ഈ വ്ളോഗ് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ കൃഷി കാര്യങ്ങളൊക്കെ ചോദിക്കണമെങ്കിൽ ചോദിക്കുക, അറിയാമെന്നുണ്ടെങ്കിൽ പറഞ്ഞുതരാം. ഇതാണ് നമ്മുടെ കിണർ. നമുക്ക് എന്തായാലും ഈ കിണറുണ്ടാണ് നമ്മുടെ ഭാഗ്യമെന്ന് പറയാം. അതുകൊണ്ട് നമുക്ക് വെള്ളമുണ്ട്. അവിടെ ഈ കാണുന്ന ചാലിലൊക്കെ വെള്ളം വരുന്നതായിരുന്നു മുമ്പ് ഞാൻ കാണിച്ചിട്ടേ. അതേപോലെ വെള്ളമൊക്കെ വരുന്നതാണ്. പക്ഷേ എന്ത് ചെയ്യാനാ, ഇവിടൊന്നും വെള്ളം, ഇവിടെയൊക്കെ വെള്ളം ഉണ്ടായിരുന്നു മുമ്പ്, വെള്ളമുള്ള സ്ഥലമായിരുന്നു. പക്ഷേ ഇവിടെ ഒന്നും വെള്ളമില്ല ഇപ്പം. അങ്ങനെ ആയിപ്പോയി. അപ്പോൾ ഇതോടെ നമ്മുടെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യുവാണ്. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.